പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്നും 25 ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപാകതകൾ നിറഞ്ഞ പട്ടികയാണ് തയ്യാറാവുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സാങ്കേതിക കാരണങ്ങളാൽ റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല സമ്മതിദാന അവകാശം. അത് ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ പൗരന് ഉറപ്പാക്കേണ്ട അവകാശമാണ്. അത് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ അർഹരായ വോട്ടർമാരിൽ അവസാനത്തെ ആളെ വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം. അതിനുവേണ്ടി എല്ലാ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിൽ SIR സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമാക്കി വെബ്സൈറ്റിൽ ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്നും 25 ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപാകതകൾ നിറഞ്ഞ പട്ടികയാണ് ഈ കരട് വോട്ടർ പട്ടിക ഇപ്പോൾ ഉള്ളത്. അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തണമെന്നൊരാവശ്യം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ സംസ്ഥാനത്ത് തയ്യാറാക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്നും 25 ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മരിച്ചവർ, സ്ഥിരമായി സ്ഥലം മാറിയവർ, ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാവാത്തവർ എന്നിവർക്ക് പുറമെ മറ്റുള്ളവർ എന്നീ നിലയിലും വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിലുള്ള ഒഴിവാക്കൽ നടന്നുവെന്നതാണ് ഏറ്റവും വലിയ ആശങ്കാജനകം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദ് ചെയ്യപ്പെട്ടതല്ല നമ്മുടെ സമ്മതിദാന അവകാശം. അത് ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ പൗരന് ഉറപ്പാക്കേണ്ട അവകാശമാണ് ഈ വോട്ട് എന്ന് പറയുന്നത്. ഇത് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിന് തുല്യമാണ് എന്നുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് അർഹരായ വോട്ടർമാരിൽ അവസാനത്തെ ആളെ വരെയും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം. അതിനുവേണ്ടി എല്ലാ നടപടിയും സംസ്ഥാന സർക്കാരും സ്വീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിൽ SIR സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമായി വെബ്സൈറ്റിൽ ലഭ്യമാകണമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. കേരളത്തിന് ഇതിനു മുൻപും SIR പ്രക്രിയ നടന്നത് 2002-ലാണ്. എന്നാൽ ഇത്തവണത്തേതിൽ 25 പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു അപാകത അല്ലെങ്കിൽ ആശങ്കാജനമാണ്. തിരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ 25 ലക്ഷം പേർ വോട്ടർ പട്ടികയിലെ കരട് രേഖയിൽ നിന്ന് പുറത്താവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ SIRന്റെ ഒരു വെബ്സൈറ്റിൽ SIRനെ സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമാക്കി വെബ്സൈറ്റിൽ ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്.